ഈ ഉരുൾപൊട്ടൽ ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും ഉണ്ടാവും. ആ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ വന്നിട്ടുള്ള അവശിഷ്ടങ്ങളും മരവും ഒക്കെ വന്നിട്ട് ഇടിച്ചിട്ടാണ് കെട്ടിടങ്ങളൊക്കെ തകർന്നിട്ടുള്ളത്. സൂചിപ്പാറ ഫാളിലൂടെ പോത്തുകല്ലിൽ കഴിഞ്ഞ് നിലമ്പൂരിൽ വരെ എത്തുന്ന തരത്തിലേക്ക് ബോഡീസ് റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിവാസ്റ്റേഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടാകും. പലതരത്തിലുള്ള ഈ റോഡ് കട്ടിങ്ങിൻ്റെയൊക്കെ പാർട്ടായിട്ടാണ്. ഇപ്പോൾ ചിരൂര് തന്നെ ഉണ്ടായത് റോഡിൻ്റെ സൈഡിലാണ്. ലോകത്തൊരിടത്തും എക്സാക്റ്റായിട്ട് ലാൻഡ് സ്ലൈഡ് വാർണിംഗ് കൊടുത്ത ഒരു ചരിത്രമാണ്. എങ്കിൽ പിന്നെ ലാൻഡ് സ്ലൈഡിൽ ആരും ഒരിടത്തും മരിക്കത്തില്ലല്ലോ. കോറീസ് സ്റ്റോപ്പ് ചെയ്യും, ബാൻ ചെയ്യും. റിസോർട്ടുകൾ ബാൻ ചെയ്യും, ബഹുനില കെട്ടിടങ്ങൾ ബാൻ ചെയ്യും. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുമ്പം എന്താ പറയുന്നത്, ഗാഡ്ഗിൽ റിപ്പോർട്ട് കൃഷിക്കാരനെതിരാണ്. ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാരാരാ? ഇങ്ങ് എറണാകുളത്തും കോഴിക്കോടും പിന്നെ UAE-യിലും യൂറോപ്പിലും UK-യിലും അമേരിക്കയിലും ഇരിക്കുന്നവരാണ് പശ്ചിമഘട്ടത്തിലെ ഈ പറഞ്ഞ പോലെ കർഷകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത്. അവിടുത്തെ സാധാരണക്കാരല്ല, അവിടുത്തെ സാധാരണക്കാർക്ക് ബോധമുണ്ട്. ഇനിയിപ്പോൾ അത് ബോധം വരാൻ പോവുക. 15 ലക്ഷം രൂപയുടെ കാറിൽ ഇത്രയും പെട്രോളും കത്തിച്ചിട്ട് വന്നിട്ട് സീട്ടും വലിച്ചിട്ട് വന്നിട്ടിരുന്നിട്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രകൃതി സംരക്ഷണം പറയുന്ന ആൾക്കാർ. ഒരു ഉരുൾപൊട്ടലിൽ ഏതെങ്കിലും ബിസിനസ്മാൻമാർ ചത്തായിട്ട് കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും റിസോർട്ട് മുതലാളി മരിച്ചായിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മരിക്കുന്നതും ചാകുന്നതും മൊത്തം സാധാരണക്കാർ, ലയത്തിൽ താമസിക്കുന്ന ആൾക്കാർ, ദുർഘടമായ സാഹചര്യത്തിൽ ജീവനോപാധിക്ക് വേണ്ടി വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് മരിക്കുന്നത് മൊത്തം. ഫ്ലഡിലൂടെയാണ് ആൾക്കാർക്ക് കൂടുതൽ നഷ്ടം. അപ്പം തന്നെ ഇത് നടക്കുന്നത് ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയുടെ സമീപത്താണ് ഏറ്റവും കൂടുതൽ ഇത് കിടക്കുന്നത്. അവിടെ തന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു അസമത്വം നിലനിൽക്കുന്നുണ്ട്. അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു 99% ലാൻഡ് സ്ലൈഡിൻ്റെ പ്രധാന ട്രിഗറിങ് എന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടി ഇവൻ്റെ മുല്ലപ്പെരിയാറിനെ പറ്റി നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ പുതിയ ഡാം നിർമ്മിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏക സൊല്യൂഷൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഒട്ടാകെയുള്ള ആളുകൾ കാണുന്നത് വയനാട്ടിലെ ദുരന്തങ്ങളും അവിടുത്തെ വാർത്തകളുമാണ്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്? ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതേപോലെ അതിന് പിന്നാലെയുള്ള കാര്യങ്ങളും അതിനെ എങ്ങനെ മറികടക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കൊച്ചി കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ അഭിലാഷ് സാറാണ്. സാർ സ്വാഗതം. സാർ, ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരുപാട് ഇപ്പം അടിക്കിടെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ കേരളത്തിൽ മാത്രം കൂടുതലായിട്ട് കണ്ടുവരുന്നത്? അങ്ങനെ പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു പാറ്റേൺ അല്ല, ക്ലൈമറ്റ് പാറ്റേൺ അല്ല നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 2023 ലോകവ്യാപകമായിട്ട് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് കടന്നുപോയി. 2023 ലോക ചരിത്രത്തിൽ, അതായത് ഒരു കഴിഞ്ഞ 1000 വർഷങ്ങളിൽ ഏറ്റവും താപനില ഉയർന്നു നിന്ന വർഷമാണ് 2023. ആ വർഷം ഒരു എല്ലിനോ വർഷം കൂടിയായിരുന്നു. 2024 നമുക്കറിയാം. 2024 മെയ് മാസം 15-ാം തീയതി വരെ നമ്മൾ ചൂട് കൂടുതലും ഇലക്ട്രിസിറ്റി റെക്കോർഡ് യൂണിറ്റിലേക്ക് പോയ ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം സംസാരിക്കുന്നത് പെരുമഴയെ പറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ ലോകവ്യാപകം ഇപ്പം കാനഡ, അതുപോലെ തന്നെ കാലിഫോർണിയ, ആഫ്രിക്കൻ കൺട്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പണ്ടൊന്നും കണ്ടിട്ടില്ലാത്ത യൂറോപ്യൻ റീജിയനിൽ ഇവിടെയൊക്കെ പണ്ട് ഉഷ്ണതരംഗങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ തന്നെ ഉഷ്ണതരംഗങ്ങൾ, അതായത് നമ്മളിവിടുത്തെ ഉഷ്ണതരംഗങ്ങളല്ല അവിടുത്തെ, നമുക്കിവിടെ 40 ഡിഗ്രിക്ക് അടുത്താലേ ഉഷ്ണതരംഗങ്ങളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നോർമലി ക്ലൈമറ്റ് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ അതിൽ ഒരു ആവറേജ് ടെമ്പറേച്ചറിനെക്കാളും 4-5 ഡിഗ്രി കൂടുമ്പോഴാണ് അവിടെ ഉഷ്ണതരംഗങ്ങളുണ്ടായത്. ഇവിടെ ആയാലും അങ്ങനെ ആണ്. അപ്പം ലോകവ്യാപകമായിട്ട് ഈ ഉഷ്ണതരംഗങ്ങൾ, കാട്ടുതീ, അതിതീവ്ര മഴ, ചുഴലിക്കാറ്റുകൾ, അങ്ങനെ ഇത്തരം അതിതീവ്രമായിട്ടുള്ള വരൾച്ച, അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ എല്ലായിടത്തും അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും സംഭവിക്കുന്നത്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഒരു 2 പതിറ്റാണ്ട് മുമ്പേ ദൃശ്യമായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം 2005 അമേരിക്കയിൽ ആണ് ഇത് ഒരു വിസിബിളായിട്ട്. കാരണം ഇതിൻ്റെ എല്ലാം തുടക്കം, ഈ ആഗോളതാപനത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം കുറിച്ചത് യൂറോപ്യൻ കൺട്രീസും അമേരിക്കയും കൂടെ ചേർന്നിട്ടാണ്. അവരുടെ ഒരു ഫോസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഉൽപാദന ക്രമത്തിലേക്ക് ലോകരാജ്യം മാറിയതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിന്ന് കാണുന്ന ഈ ആഗോളതാപനം. അപ്പോൾ അതുപോലുള്ള മുതലാളിത്ത രാജ്യങ്ങളാണ് ഇതുണ്ടാക്കി വിട്ടതിൻ്റെ മൂല കാരണക്കാർ. പക്ഷേ സംഭവിച്ചത് എന്താണ്?
ഇപ്പം അത്തരം രാജ്യങ്ങളിൽ പോലും അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് 2005 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ കത്രീന, വിൽമ, റീത്ത, മറിയ, ആൻഡ്രൂസ്, ജോൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സീസണിൽ തന്നെ 3-4 സൂപ്പർ ഹരിക്കെയിനുകൾ, അവിടെ ഹരിക്കെയിൻസ് എന്നാണ് പറയുന്നത്, അത് വന്നടിച്ചു. അതുവരെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന കാലാവസ്ഥാ വ്യതിയാനം ഓവർ ദി ഇയേഴ്സ് മനുഷ്യനില്ലയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനുഷ്യനുണ്ടായിട്ട് ഏകദേശം 2 ലക്ഷം 3 ലക്ഷം വർഷമേ ആവുന്നുണ്ട് ഹോമോസാപ്പിയൻസ്. മറ്റുള്ള മനുഷ്യവർഗം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 10 മില്യൺ വർഷത്തിനുള്ളിൽ ഹോമിനിഡസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തൊട്ടേ ഭൂമിയിൽ കാലാവസ്ഥ ഇന്ന് കാണുന്ന കാലാവസ്ഥയല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നത് ഒരു ടൈം സ്കെയിലുണ്ട്. അതൊക്കെ ഉണ്ടാകുന്നത് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത്, ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ്. ഇപ്പോൾ ഒരു ഗ്ലേഷ്യർ, ഇൻ്റർ ഗ്ലേഷ്യർ സൈക്കിൾ എന്നൊക്കെ പറയുന്നത് ഒരു 70,000 മുതൽ 1,00,000 വർഷങ്ങളെടുത്ത് സംഭവിക്കുക. അതൊരു മനുഷ്യ ആയുസിനൊന്നും റിയലൈസ് പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുണ്ട്, അത് ഫാക്ടറാണ്. പക്ഷേ ഇപ്പം നടക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ദ്രുതഗതിയിലും അത് ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്തത് പോലുള്ള റാപ്പിഡായിട്ടുമാണ് സംഭവിക്കുന്നത്. അതായത് അൺപ്രഡിക്റ്റബിളോടൊപ്പം തന്നെ പണ്ട് കാലഘട്ടത്തിൽ 1,00,000 വർഷം എടുത്ത് നടക്കുന്ന സംഭവം ഇപ്പം 10 വർഷം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ടൈം സ്കെയിലിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. അപ്പോൾ അതിനോടാണ് നമുക്ക് പൊരുത്തപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോകവ്യാപകമായിട്ട് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ നമ്മൾ കുറേ ദുരന്തങ്ങൾ കണ്ടു. ഇപ്പം കവളപ്പാറ മുതൽ ഇങ്ങോട്ട് പല പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചില്ല. ഇപ്പം 2021 കോട്ടയം, ഇടുക്കി ആ ഒരു റീജിയൻസിലും നമ്മളിത് കണ്ടു. ഇപ്പം റീസെൻ്റ്ലി വന്നിരിക്കുന്നത് ഇപ്പോൾ വയനാടാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് ആ ഒരു തീവ്രമായ മഴ തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കോഴിക്കോടാട്ടെ, കണ്ണൂർ, മലപ്പുറം ആ സ്ഥലങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇതേ തീവ്രമായിട്ടുള്ള മഴ തന്നെയാണ്. പക്ഷേ ദുരന്തം സംഭവിച്ചിരിക്കുന്ന വയനാട് മാത്രമാണ്. അതെന്തുകൊണ്ടാണ് സർ? അത് അവിടുത്തെ ഭൂപ്രകൃതി കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് അതിനുള്ളൊരു ഫാക്ടറായിട്ട് വരുന്നത്? ഏത് പ്രദേശത്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മുടെ പശ്ചിമഘട്ടം മേഖല എടുത്തു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോകണം. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷമെടുത്താണ് രൂപപ്പെട്ട ഒരു പർവ്വതമാണ്. ഒരു ഡോർമെൻ്റ് ആയിട്ടുള്ള നിർജ്ജീവമായിട്ടുള്ള പർവ്വതമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് മൺസൂൺ മഴ കിട്ടുന്നത്. ഓവർ ദി ഇയേഴ്സ് മൺസൂൺ മഴ വന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഓവർ ദി ഇയേഴ്സ് ഈ ഉരുൾപൊട്ടലും ഈ റോഷനും ഒക്കെ നടന്നിട്ട് നമ്മളിന്ന് പശ്ചിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ പലയിടത്തും എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാറയൊക്കെ കാണും. കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ആ പാറയ്ക്ക് പുറത്ത് മണ്ണുള്ള പാറകളായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ വെതറിങ് കൊണ്ടും ഒക്കെ വന്ന് ആ മണ്ണും ഒക്കെ വന്നാണ് സമതല പ്രദേശങ്ങൾ താഴെ ഉണ്ടായതും. അങ്ങനെയാണ്, അല്ലാതെ പരശുരാമൻ മണിയെടുത്ത് എറിഞ്ഞിട്ടൊന്നുമില്ല കേരളം ഉണ്ടായത്. അപ്പോൾ എൻ്റയർ കൊങ്കൺ ബെൽറ്റിൽ മൺസൂൺ വന്നിട്ടാണ് നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം തൊട്ട് മൺസൂൺ ഇന്ത്യയിലേക്ക് ഒരു മൺസൂണിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹിമാലയവും ടിബറ്റും ഒക്കെ ഉണ്ടായതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ മൺസൂൺ ഉണ്ടായതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. അതൊക്കെ നമുക്ക് ഒത്തിരി സമയമെടുത്തേ പറയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും മൺസൂൺ വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. മൺസൂൺ, അപ്പോൾ മൺസൂൺ ഒരു വില്ലനൊന്നുമില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ, മൺസൂണിൻ്റെ പാറ്റേൺ മാറി. ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിലെ കാലാവസ്ഥ മാറുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥ മാറിയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60-70% ഇന്ത്യയിലെ മഴ കിട്ടുന്നത് ഈ മൺസൂണാണ് കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ടാണ് മൺസൂൺ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ എക്കണോമിയൊക്കെ സംബന്ധിച്ച് മൺസൂൺ വളരെ പ്രധാനമാണ്. ആ മൺസൂൺ മാറുകയാണ്. മൺസൂണിലെ മഴയുടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഈ മിതമായ മഴയുടെ പാറ്റേൺ മാറിയിട്ട് അത് കൂടുതലും അതിതീവ്ര മഴയുടെ രൂപത്തിലേക്ക് മാറും. പിന്നെ മഴ ദിനങ്ങൾ കുറഞ്ഞുകൊണ്ട് കിട്ടുന്ന സമയത്ത് കൂടുതൽ മഴ കിട്ടുന്ന പാറ്റേണിലേക്ക് മാറുന്നു. അപ്പം മഴ ദിനങ്ങൾ ചിലപ്പോൾ നമുക്ക് 1-2 മാസം ഒട്ടും മഴ കിട്ടത്തില്ല. പക്ഷേ ഒരാഴ്ച കൊണ്ട് ഈ 2 മാസം കിട്ടാത്ത മഴ ഒന്നിച്ചു പെയ്യും. അപ്പോൾ ആ തരത്തിൽ മഴ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പണ്ട് കാലത്ത് ഇപ്പം ശിരൂർ ഉരുൾപൊട്ടൽ നടന്നത്, പണ്ട് കാലത്ത് ഇത്തരം അതിതീവ്രമായിട്ടുള്ള മഴ പെയ്തിരുന്നത് ഈ വെസ്റ്റേൺ ഗാട്സിൽ തന്നെ ഒരു പ്രത്യേക റീജിയനിൽ, ഹോട്ട്സ്പോട്ടിൽ, അതായത് മംഗലാപുരത്തിന് വടക്കോട്ട് ഗോവ വരെയുള്ള ഒരു ബെൽറ്റിനാണ്. അത് കഴിഞ്ഞ് പിന്നെ മുംബൈയിൽ വേറൊരു ബെൽറ്റ് ഉണ്ട്, നല്ല ഹെവി റെയിൻഫാൾ കിട്ടുന്നത്. അത് വേറൊരു സിസ്റ്റമാണ്. ഗുജറാത്ത് മുംബൈ റീജിയൻ കേന്ദ്രീകരിച്ച് മിഡ്-ട്രോപോസ്ഫിയറിക് സൈക്ലോൺ എന്നൊക്കെ പറയും. ഒരു ചുഴലിക്കാറ്റിൻ്റെ ഉയരത്തിലുണ്ടാകുന്ന ഒരു ചുഴലിക്കാറ്റ്. അപ്പോൾ ഈ അന്തരീക്ഷ ചുഴി എന്നൊക്കെ പറയത്തില്ലേ, ചക്രവാത ചുഴി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ അത്തരം സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് അവിടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊങ്കൺ മംഗലാപുരം തൊട്ട് ഗോവ വരെ ഒരു വലിയ റെയിൻഫാൾ ബെൽറ്റ് ഉണ്ട്. അവിടാണ് ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് തൊട്ടേ ഈ ലാൻഡ് സ്ലൈഡ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്.
ഇപ്പം സംഭവിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പഠനത്തിലൂടെ നമ്മൾ കണ്ടത്, അത് ഈ കവലപ്പാറ പുത്തുമല ദുരന്തത്തിന് ശേഷമാണ് അത് കൂടുതലും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഈ മംഗലാപുരത്തിന് ഓഫ് ദ കോസ്റ്റായിട്ടുള്ള അറേബ്യൻ സീ, അതായത് എൻ്റയർ സൗത്ത് ഈസ്റ്റേൺ അറേബ്യൻ സീ ഭയങ്കരമായിട്ട് ചൂടാകുകയാണ്. അപ്പോൾ ചൂടാകുമ്പം കൂടുതൽ ഇവാപ്പറേഷൻ വരും. അതോടൊപ്പമാണ് മൺസൂൺ ആക്റ്റീവ് ആകുന്ന സമയങ്ങളിൽ നമ്മുടെ മൺസൂണിൻ്റെ കാറ്റും കുറേ ഇവാപ്പറേറ്റ് ചെയ്യും വാട്ടറിനെ. അപ്പോൾ 2 ഘടകം കൂടെ വരും. അപ്പം ചൂട് കൊണ്ടുള്ള ഇവാപ്പറേഷൻ, അതോടൊപ്പം തന്നെ ഇവാപ്പറേറ്റഡ് വാട്ടർ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രമേ വീണ്ടും അവിടെ ഇവാപ്പറേഷൻ നടക്കത്തുള്ളൂ. ആ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരുന്നത് മൺസൂൺ കാറ്റാണ്. അപ്പോൾ മൺസൂൺ കാറ്റ് ആക്റ്റീവ് ആയിരിക്കുന്ന ചില സമയമുണ്ട്. അപ്പോൾ ഒരു 4 മാസം നീണ്ടു നിൽക്കുന്ന മൺസൂണിൽ അത് ആക്റ്റീവ് ആകുന്നത് ചിലപ്പോൾ 3-4 സ്പെല്ലായിട്ടായിരിക്കും, 4-5 ദിവസം അത് നീണ്ടു നിൽക്കും. അപ്പോൾ ഈ സമയത്ത് സംഭവിച്ചത് വടക്കൻ കേരളം തൊട്ട് അങ്ങ് ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂനമർദ്ദപാത്തി, അതും മൺസൂൺ മഴ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. അത് സജീവമായിരുന്നു 2 ആഴ്ച കാലം. അപ്പോൾ 2 ആഴ്ച കാലം എൻ്റയർ നോർത്തേൺ കേരള തൊട്ടങ്ങ് മുംബൈ തീരം വരെ നല്ല രീതിയിലാണ് മഴ കിട്ടിയത്. അപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് 2 ഫാക്ടേഴ്സാണ്. ചില ഒരു ക്രിട്ടിക്കലായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പാണ്, ഈ മലയുടെ ചെരിവ് ആണ് പ്രധാനപ്പെട്ടത്. അത് സ്റ്റാറ്റിക്കാണ്. പ്രത്യേകിച്ചും ഒരു 20 ഡിഗ്രിക്ക് മേളിൽ ചരിവുള്ള ഏത് കുന്നിൻ പ്രദേശവും ലാൻഡ് സ്ലൈഡിന് ഫസ്റ്റ് ഓർഡറായിട്ട് നമുക്ക് പറയാം, അത് ലാൻഡ് സ്ലൈഡിൻ്റെ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് പറയാം. പിന്നീടാണ് ജിയോളജിക്കലും ജിയോമോർഫോളജിക്കലായിട്ടുള്ള കുറേ ഘടകങ്ങൾ. പിന്നെ വരുന്നത് പ്രധാനമായിട്ട് വരുന്നത് മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ ആ ഡെപ്ത്, അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ബെഡ് റോക്ക്, റിജിഡായിട്ടുള്ള ബെഡ് റോക്കിന് മുകളിൽ പാറകൾ, ദ്രവീകരിച്ച പാറകളുടെ അവസ്ഥ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പശ്ചിമഘട്ടം ഓവർ ദി ഇയേഴ്സ് കോടിക്കണക്കിന് വർഷം എടുത്തുണ്ടായിട്ട് അന്ന് തൊട്ടേ വെതറിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലും കാറ്റിൻ്റെ, മഴയുടെയും കെമിക്കലും ഒക്കെ ആയിട്ടുള്ള വെതറിങ് നടക്കാം. അപ്പം ഈ മേൽമണ്ണ് നല്ല മണ്ണായിരിക്കും, അതിനുള്ളിൽ ബെഡ് റോക്ക്, റിജിഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബെഡ് റോക്കുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് മണ്ണായിരിക്കും. ഇത് പറഞ്ഞ പോലെ മണ്ണും ചരളും, ഈ പറഞ്ഞ പോലെ പാറകൾ ദ്രവിച്ചുണ്ടാകുന്ന പാറകൾ, പിന്നെ ഓവർ ദി ഇയേഴ്സ് വൃക്ഷങ്ങളും മറ്റും നശിച്ചുണ്ടാകുന്ന അതിൻ്റെ വേറെ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെ കുറേ അവശിഷ്ടങ്ങൾ ചേരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘടനയാണ് ഓരോ പ്രദേശത്തെയും വ്യത്യസ്തമാകുന്നത്. ഇപ്പം മംഗലാപുരത്തിന് വടക്കോട്ട് കൂടുതലും ലാൻഡ് സ്ലൈഡ് പണ്ട് കാലത്തിലുണ്ടാകാൻ കാരണം അവിടെ ലാറ്ററൈറ്റ് ആണ് കൂടുതൽ, പിന്നെ മേൽമണ്ണ് നല്ല തിക്കുമാണ്, പിന്നെ പാറയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ പോകണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകത ജിയോഗ്രാഫിക്കലി ലൊക്കേഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടേക്ക് വരുമ്പോഴത്തേന് ലാറ്ററൈറ്റ് ഉണ്ടെങ്കിൽ പോലും പിന്നീട് പലതരത്തിലുള്ള വേറെ ഈ മറ്റേ ജൈവാംശം കൂടിയ കളിമണ്ണ്, അങ്ങനെയുള്ള കറുത്ത മണ്ണ്, ചരള്, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് മണ്ണിൻ്റെ ഘടന രണ്ടാമത് വരുന്നത്. പിന്നെ വരുന്ന ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ എത്രത്തോളം സ്ട്രീമുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൺസൂൺ ക്ലൈമറ്റ് ആണെങ്കിൽ ഈ വെള്ളം വന്ന് പെയ്തിട്ടാണ് മലയിൽ പെയ്തിട്ടാണ് മലയുടെ മണ്ണിൽ ഇറങ്ങിയിട്ട് അത് സ്ട്രീമായിട്ട് പിന്നീട് വരുന്നത്. അപ്പോൾ സ്ട്രീം ഡെൻസിറ്റി എന്ന് പറയും, എത്ര ഡെൻസായിട്ടുള്ള സ്ട്രീം ഒരു റീജിയനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോക്സിമിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഇതുകൂടാതെ തന്നെ ഈ പ്രൊഫൈൽ കർവേച്ചർ, പിന്നെ പ്ലാൻ കർവേച്ചർ എന്നൊക്കെ പറഞ്ഞ് കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ അത് ഏത് തരത്തിലാണ് സ്ലോപ്പിൻ്റെ ആകൃതി, അങ്ങനെ കുറേ ഘടകങ്ങളാണ്. അതെല്ലാം ഫിക്സ്ഡ് ആണ്, ഓരോ പ്രദേശത്തിനും മാറുന്നില്ലത്. അപ്പോൾ ഇത്തരം കുറേ കണ്ടീഷനിങ് ഫാക്ടറാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്തരം കണ്ടീഷൻ ചെയ്യുന്ന ലാൻഡ് സ്ലൈഡിനെ കണ്ടീഷൻ ചെയ്യുന്ന ഫാക്ടറുകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് ആണല്ലോ. അപ്പം അതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിൽ അതിൽ ഒരേ സ്ലോപ്പുള്ള 2 തരം മണ്ണാണെങ്കിൽ ഒരേ റെയിൻഫാൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉത്തരവാണ്. അപ്പം ഈ ശിരൂർ ഉള്ള സ്ലോപ്പ് 20 ഡിഗ്രി, വയനാട്ടിലുള്ള സ്ലോപ്പ് 20 ഡിഗ്രി ആണെന്ന് വെച്ചോ. ശിരൂരുള്ള മണ്ണല്ല വയനാട്ടിലുള്ള മണ്ണ്, ശിരൂരുള്ള പ്രകൃതിയല്ല വയനാട്ടിലുള്ള പ്രകൃതി. അപ്പോൾ ഈ അവിടുത്തെ പ്രധാനമായിട്ടും സ്ലോപ്പ് സെയിം ആണെങ്കിലും മണ്ണിൻ്റെ ആ ഒരു ഘടന വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് ശിരൂര് 10 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ ചിലപ്പോൾ സ്ലൈഡ് ഉണ്ടാകും, ഇവിടെ ചിലപ്പോൾ 15 സെൻറ്റിമീറ്റർ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് സ്ലൈഡിനായിട്ട് പോകത്തുള്ളൂ. കാരണം പിന്നെ അതാണ്. അപ്പം അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു 99% ലാൻഡ് സ്ലൈഡിൻ്റെയും പ്രധാന ട്രിഗറിങ് എന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള മഴയാണ്. പിന്നീട് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്,
പലതരത്തിലുള്ള ഈ റോഡ് കട്ടിങ്ങിൻ്റെയൊക്കെ പാർട്ടായിട്ടാണ്. ഇപ്പോൾ ചിരൂർ തന്നെ ഉണ്ടായത് റോഡിൻ്റെ സൈഡിലാണ്. എൻ്റയർ ആ മല സ്ലോപ്പ് കട്ട് ചെയ്ത് വെച്ചതിനടുത്താണ്. അപ്പം അതൊരു ട്രിഗറിങ് ആണ്, മാനുഷികമായിട്ടുള്ള കടന്നുകയറ്റം. അത് പലതരത്തിലാണ്. പിന്നീട് ഒരു ഇത് വരുന്നത് മാനുഷികമായിട്ടുള്ള കടന്നുകയറ്റം ഇതിനെ ട്രിഗർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്ട്രീം ഇപ്പം വയനാടിനെ സംബന്ധിച്ച് കുറേ നാളായിട്ട് കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ കണ്ടമാനം മഴ കുറയുന്ന രീതിയിലാണ് കാണുന്നത് ചില അവസരങ്ങളിൽ. അപ്പോൾ മഴ കുറയുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഫസ്റ്റ് ഓർഡർ സ്ട്രീമുകളുണ്ട്. മഴയുള്ളപ്പോൾ മാത്രമേ അത് പ്രത്യക്ഷമാകത്തുള്ളൂ. അപ്പോൾ വേനൽ കൂടി നിൽക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ 1-2 സീസണിൽ അടുപ്പിച്ച് വേനൽ വരുവാണെങ്കിൽ ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് നോക്കിയാൽ മനസ്സിലാകത്തില്ല. അപ്പം ഓവർ ദി ഇയേഴ്സ് ആൾക്കാർ അവിടെ കയറി താമസിക്കും. അപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അങ്ങനെ ഒരു അരുവിയോ ഒന്നുമില്ല. അവർ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും. അങ്ങനത്തെ കുറേ മാനുഷിക പ്രവർത്തനങ്ങൾ. പിന്നെ വികലമായിട്ടുള്ള നമ്മുടെ ലാൻഡ് യൂസ് പോളിസി, ഇങ്ങനത്തെ കുറേ ഈ ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് കൂടെ വരുമ്പോഴാണ് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പൊ ഈ വയനാട് സാർ ഇപ്പൊ പറഞ്ഞു ഈ റോഡ് നിർമ്മാണം അതാണ് മെയിൻ ആയിട്ട് ഇതിനുള്ളൊരു കാരണവും വൺ ഓഫ് ദി റീസൺ. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ വയനാട് ഇപ്പം നടന്നിടത്ത് റോഡൊന്നും അങ്ങനെ വലുതായിട്ടില്ല. ശിരൂരുള്ള റോഡ് നിർമ്മാണമൊന്നും അവിടെ ഇല്ല. മനസ്സിലല്ലേ? അതൊരു വൺ ഓഫ് ദി റീസൺസ് ആണ്. അപ്പം നമ്മൾ ഇത് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇതിന്റെ കുറെ പ്രിക്കോഷൻസ് എടുക്കണമല്ലോ. കാരണം നമ്മൾ ഇപ്പൊ പ്രകൃതിയിൽ എന്ത് ചെയ്താലും അതിന് കോട്ടം തട്ടാത്ത പോലെ നമ്മൾ ഒരു എക്സ്ട്രാ സംഭവം ഇട്ട് വെക്കണം അവിടെ. പക്ഷെ അത് ചെയ്യാത്തതും കൂടിയാണോ ഇതിനൊക്കെ കാരണം? ചില സ്ഥലത്ത് നമുക്ക് ഇത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ റോഡ് പണിഞ്ഞേ പറ്റൂ. അപ്പോൾ റോഡൊക്കെ ഇങ്ങനത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം അവിടെ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു ഫങ്ഷനിങ് ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വീഴുമ്പോൾ അത് ഒഴുകിപ്പോകണം. മനസ്സിലായല്ലേ? അങ്ങനത്തെ കുറേ ഫങ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അതിനെ പലയിടത്തും റോഡ് നിർമ്മാണമൊക്കെ അതുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലും നമ്മൾ റോഡ് നിർമ്മിക്കുന്നത് കോണ്ടൂറിനെ ബേസ് ചെയ്തിട്ടാണ് റോഡ് നിർമ്മാണമൊക്കെ നടത്തുന്നത്. ഏറ്റവും ആദ്യം ഈ മലമേഖലയിലൊക്കെ റോഡ് നിർമ്മാണത്തിൽ അപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലല്ലേ? അതാത് ടെക്നോളജി അല്ലെങ്കിൽ ആ ജിയോ ടെക്നോളജിക്കൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് പ്രശ്നം വരുന്നത് കോണ്ടൂറിനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മുറിക്കാതുള്ള ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ മേഖലകളിലും ഏത് സ്ഥലത്തും നിർമ്മാണവും ഒക്കെ നടത്താൻ പറ്റും, വികസനവും നടത്താൻ പറ്റും, എന്ത് ഡെവലപ്മെൻറ്റും നടത്താൻ പറ്റും ഏത് സ്ഥലത്തും. പക്ഷെ അത് ആ സ്ഥലത്തിന് യോജിക്കുന്ന ഡെവലപ്മെൻ്റ് ആണ്. കൊച്ചിയിൽ നടത്തുന്ന ഡെവലപ്മെൻ്റ് നമുക്ക് അതേപോലെ തന്നെ എന്താ പറയുക ആലപ്പുഴ നടത്താൻ പറ്റത്തില്ല. ആലപ്പുഴയിൽ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് നമുക്ക് പശ്ചിമഘട്ടത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഘടകമുണ്ട്. അതാണ് പരിസ്ഥിതി, ആ പ്രദേശത്തിൻ്റെ പരിസ്ഥിതി. അപ്പോൾ ഓരോ പ്രദേശത്തിനും ഓരോ പരിസ്ഥിതിക്കും അനുയോജ്യമായിട്ടുള്ള നിർമ്മാണങ്ങളും കൃഷി രീതികളും എല്ലാം ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ കമൻസ് വരുന്ന കാര്യങ്ങൾ ഇത്രയും റിസർച്ചും പഠനങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു കമൻറ്റുകളാണ് ഒരുപാട് സാധാരണക്കാർ പറഞ്ഞത്. അതിനുള്ളൊരു മറുപടി നമുക്ക് എന്താണ് അത് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ? പ്രഡിക്ഷന് പൊതുവേ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ പറയത്തില്ലേ നമ്മുടെ ജ്യോതിഷം പ്രവചിക്കുന്നവരെ ആരും ഇങ്ങനെ ചീത്ത വിളിക്കുന്നില്ലല്ലോ. അത് ഒരു സയൻസും ഇല്ലാതെ ചെയ്യുന്നതാണ്. അവരെ ആരും ചീത്ത വിളിക്കും. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും പോയി ജാതകവും ഒക്കെ എഴുതി നമ്മൾ പ്രവചിക്കുന്നത്. അവർ പറയുന്നത് തെറ്റിയാലും പക്ഷേ ഈ നമ്മുടെ ഇതിൽ നടക്കുന്ന പ്രവചനങ്ങളെല്ലാം സയൻസ് ബേസ്ഡ് ആണ്. നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ലോസ് ബേസ്ഡ്, ന്യൂട്ടൻ്റെ ലോസ്, തെർമോഡൈനാമിക് എനർജി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഇങ്ങനത്തെ പല ഇതിലും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രഡിക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെതർ പ്രഡിക്ഷൻ നമുക്ക് ഒരു 70% 80% ആക്യുറസിയോടെ കൂടി നമുക്ക് റെയിൻഫാൾ പ്രഡിക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് പ്രഡിക്ഷനിലേക്ക് അത് പോകാൻ പറ്റുന്നില്ല? അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. ലോകത്തൊരിടത്തും എക്സാക്റ്റായിട്ട് ലാൻഡ് സ്ലൈഡ് വാർണിംഗ് കൊടുത്ത ഒരു ചരിത്രമാണെങ്കിൽ പിന്നെ ലാൻഡ് സ്ലൈഡിൽ ആരും ഒരിടത്തും മരിക്കത്തില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഇന്തോനേഷ്യയിലും ഒക്കെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചൈനയിൽ 2 ആഴ്ച മുമ്പ് വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് 50-60 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി എല്ലാം അപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ വാർണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ
ഒരേ മഴ രണ്ട് സ്ഥലത്ത്, ഇപ്പം വയനാട് തന്നെ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, വയനാടിൻ്റെ കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വയനാടിൻ്റെ എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അതായത് വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലകളാണ് ഉരുൾപൊട്ടലിൻ്റെ സാധ്യത കൂടിയ മേഖല. അതെന്തുകൊണ്ടാണ്? അത് കാരണം പടിഞ്ഞാറൻ വയനാട് എന്ന് പറഞ്ഞൊരു പ്ലേറ്റോയാണ്, വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെക്കാൻ പ്ലേറ്റോയുടെ ഒരു എക്സ്റ്റെൻഡഡ് സാധനമാണ്. അതിൻ്റെ വെസ്റ്റേൺ മാർജിനിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നതും അവിടാണ് സ്ലോപ്പ് കൂടുതലുള്ളതും ഉരുൾപൊട്ടൽ. കാരണം മറ്റേടത്ത് ഹൈറ്റ് കൂടുതലാണ്. 500 മീറ്റർ ഹൈറ്റ് അല്ലെ 800 മീറ്റർ ഹൈറ്റ് ഉള്ളിടത്ത് ചിലപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല. 700 മീറ്റർ ഹൈറ്റ് ഉള്ളിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകും. കാരണം ടോപ്പിൽ നിന്ന് ആ ഹൈറ്റിൻ്റെ ഗ്രേഡിയൻറ്റ് വളരെ, അതിന് ഈ റിലീഫ് എന്നൊക്കെ പറയും, അബ്സൊല്യൂട്ട്, അതായത് റിലേറ്റീവ് റിലീഫ്, ഉയരം കൂടിയ ഭാഗവും ഉയരം കുറഞ്ഞ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം, അതാണല്ലോ ഗ്രേഡിയൻറ്റ്. അതുകൊണ്ടാണ് ചിലപ്പോൾ 1600 മീറ്ററിൽ അല്ലെ 1800 മീറ്ററിൽ ചിലപ്പോൾ ഉരുൾപൊട്ടം ഉണ്ടാകത്തില്ല. 1000 മീറ്ററിലോ 900 മീറ്ററിലോ ഉരുൾപൊട്ടം ഉണ്ടാകും. കാരണം എന്താ? അവിടെ ഗ്രേഡിയൻറ്റ് കൂടുതലായിരിക്കും, ഹൈറ്റ് ഡിഫറൻസ് കൂടുതലായിരിക്കും. വയനാടിൻ്റെ മൂപ്പനാട് പഞ്ചായത്ത്, മേപ്പാടി, വൈത്തിരി, അങ്ങനെ തിരുനെല്ലി വരെ നിൽക്കുന്ന പടിഞ്ഞാറൻ മലമേഖലകൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഒരു 20-25% ഓഫ് ഏരിയ ഈസ് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്. അത് നമുക്ക് മാപ്പുണ്ട്. അത് നമുക്ക് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒത്തിരി ധാരാളം കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി, IIT ഡൽഹി, അതുപോലെ തന്നെ GSI, ഇവരെല്ലാം ഈ മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഹൈ ടു മീഡിയം ടു ഹൈ സസെപ്റ്റബിൾ സോണാണ് ഈ ഏരിയ മൊത്തം. അപ്പോൾ ഈ ഏരിയയിൽ ഒരേപോലെ മഴ കിട്ടിയത്, ഏകദേശം ഒരേ മഴയുടെ പാറ്റേൺ ഒരേപോലെയാണ് കിട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ മുണ്ടകൈ അല്ലെങ്കിൽ ചൂരൽമല ഉണ്ടാകുന്നു? അത് കാരണം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ ഓരോ പ്രദേശത്തെയും പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യമേ. ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള ആ ഒരു ഇൻഹോമോജിനിറ്റിയും കൂടെ ഇതിലേക്ക് ഫാക്ടർ ചെയ്യുമ്പോഴേ നമുക്കൊരു പ്രൊഡിക്ഷനിലേക്ക് പോകത്തുള്ളൂ. അതാണ് സെയിം എമൗണ്ട് ഓഫ് മഴ ഒരേ മലമ്പ്രദേശത്ത് കിട്ടുമ്പോൾ ഒരിടത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, ഒരിടത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകത്തില്ല. ഇതേക്കുറിച്ച് 2019 എന്തുകൊണ്ട് പുത്തുമലയിലുണ്ടായി, 2 കിലോമീറ്റർ മാറിയാണ് ഈ മുണ്ടകയിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല? മനസ്സിലായി? യഥാർത്ഥത്തിൽ മുണ്ടകയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? 2 കിലോമീറ്റർ മാറി വലിയ മഴയുടെ വ്യത്യാസമൊന്നുമില്ല. 2 കിലോമീറ്ററൊക്കെ മൺസൂൺ ടൈമിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല മഴയുടെ. അപ്പോൾ എന്തുകൊണ്ട് 2019 മുണ്ടകയിൽ ഉണ്ടായില്ല, അതിന് 2 കിലോമീറ്റർ മാറി പുത്തുമലയിലുണ്ടായി? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. മനസ്സിലായല്ലേ? സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് മുണ്ടകയിലാണ്. മുണ്ടകയിൽ കാരണം ലോങ് ഹിസ്റ്ററി ഉണ്ട്. 1984, 1924 ആയിട്ട് മുണ്ടക, ചൂരൽമല ആ പ്രദേശങ്ങളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഇതുപോലൊരു ഹെവി റെയിൻഫാൾ പ്രഡിക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ കൂടുതൽ എവിടെ ആയിരിക്കണം എടുക്കുന്നത്? ചൂരൽമലയിലോ അല്ലെങ്കിൽ മുണ്ടകയിലോ ആയിരിക്കും. പക്ഷെ 2019 പുത്തുമലയിൽ പോയി ഉണ്ടായി. ഈ മഴ വന്നപ്പോഴും പുത്തുമലയിൽ ഇതിനേക്കാളും കൂടുതൽ കെയർ കൊടുത്തു. കാരണം പുത്തുമലയിൽ ഓൾറെഡി 5 വർഷം മുമ്പേ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 2 തരത്തിൽ ചെയ്യാം. ഇതിന് പ്രവചനം തന്നെ ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മഴയാണ്. ഈ മഴ ഒരു ദിവസത്തെ മഴ കൊണ്ടല്ല ഇതുണ്ടാകുന്നത്. കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഴ കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ മണ്ണ് ജലപൂരിതമാകും. മണ്ണിൽ അതാണ് മണ്ണിൻ്റെ ഘടന വളരെ പ്രത്യേകത. ചരൽ മണ്ണാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചരൽ മണ്ണാണെങ്കിൽ കൂടുതൽ മണ്ണിനെ, വെള്ളത്തെ അബ്സോർവ് ചെയ്യും. പോർസ് കൂടുതലായിരിക്കും, സുഷിരങ്ങൾ. അതേസമയം പശയുള്ള കളിമണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റിക് സോയിലാണെങ്കിൽ കുറച്ചൊക്കെ ആയിരിക്കും, പക്ഷെ അതിന് കൂടുതൽ എളുപ്പം പൂരിതമാകും, സാച്ചുറേറ്റ് ചെയ്യും. ഇവിടെ എളുപ്പം സാച്ചുറേറ്റ് ആകത്തില്ല, കൂടുതൽ വെള്ളത്തെ ഉൾക്കൊള്ളും. അപ്പോൾ ഏത് സ്ഥലത്ത് ഉരുൾപൊട്ടിയാലായിരിക്കും കൂടുതൽ എഫക്റ്റ്? കൂടുതൽ വെള്ളത്തെ ഉൾക്കൊള്ളുന്നത്. അപ്പം കൂടുതൽ സമയമെടുത്ത് സാച്ചുറേറ്റ് ആകുന്ന റീജിയൺ ആയിരിക്കും കൂടുതൽ വൾണറബിലിറ്റി. മനസ്സിലല്ലേ? അപ്പം ആ പോറിലേക്ക് വെള്ളം ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയി ആ വാട്ടർ ലെവൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ വെച്ച് മഴ പിന്നീട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ ത്രെഷോൾഡ് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മഴ ഉണ്ടെങ്കിലേ ഉരുൾപൊട്ടൽ ഉണ്ടാകത്തുള്ളൂ. പിന്നീട് ഒരു മഴ ഇല്ലെങ്കിൽ 1, 2, 3 ദിവസം കൊണ്ട് ആ വെള്ളം മൊത്തവും അരുവികളായിട്ട് ഡ്രെയിൻ ചെയ്തു പോകും.
ഇവിടെ സംഭവിക്കുന്നത് 2 ആഴ്ച നീണ്ടു നിന്ന മഴ കൊണ്ട് ഇത്രയും വാട്ടർ അല്ലെങ്കിൽ പോറിൽ വാട്ടർ നിറഞ്ഞ്, അതിന് പറയുന്നത് പോർ വാട്ടർ പ്രഷർ എന്നാണ് പറയുന്നത്. ആ പോറിൽ വെള്ളം ചെന്ന്, നമ്മൾ വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രഷർ. നമ്മൾ ഈ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ, നമ്മുടെ രക്തധമനികളൊക്കെ പൊട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. പോറിൽ വെള്ളം നിന്നിട്ട് ഇത് പൊട്ടുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പൊതുവെ മണ്ണിടിച്ചിലെന്ന് പറയുന്നത്, ഡെബ്രി ഫ്ലോ എന്ന് പറയും. വയനാട്ടിലുണ്ടാകുന്ന ഉരുൾപൊട്ടലിൽ ഒരു 80% ഒന്നിൽ ഡെബ്രീസ് സ്ലൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെബ്രി ഫ്ലോ ആയിരിക്കും. എല്ലാം കൂടെ മണ്ണും കല്ലും അവശിഷ്ടങ്ങളും എല്ലാം കൂടെ ചേർന്ന് പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ടൈം കണ്ടുപിടിക്കുക, ആ പോയിന്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ എക്സാക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് വേണം. നമുക്ക് ജനറലായിട്ടേ പറയാൻ പറ്റൂ. ഓക്കെ, ഒരു സ്ഥലത്തിന് ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് 120 മില്ലിമീറ്റർ മഴ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം സ്ലോപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതാണ് തമ്പ് റൂള്. ഏകദേശം എല്ലാ സ്ഥലത്തും അന്ന് ഈ ഏരിയ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് 570 മില്ലിമീറ്റർ മഴയാണ് 2 ദിവസം കൊണ്ട് കിട്ടിയത്. 37 സെൻറ്റിമീറ്റർ 370 മില്ലിമീറ്റർ മഴയാണ് 24 മണിക്കൂർ കിട്ടിയത്, ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത്. ഇത് രണ്ടും എബോവ് ത്രഷോളാണ്, 120 മില്ലിമീറ്ററിന് മേളിലാണ്. എല്ലായിടത്തും ഉണ്ടായില്ലല്ലോ, ഒരു സ്ഥലത്ത് മാത്രം ഇത്രയും ഉണ്ടായി. അതിൻ്റെ അന്നേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലും ഉരുൾപൊട്ടലുണ്ടായി. ഇത്രയും വലിയതായിട്ട് മാറിയില്ല. അത് വിലങ്ങാടിലും ഉരുൾപൊട്ടലുണ്ടായി. എന്തുകൊണ്ട് വ്യത്യസ്തമാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഓരോ പ്രദേശത്തിൻ്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സാർ, അപ്പം ഓൾറെഡി ഇപ്പോൾ സാർ പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ വർഷം കുത്തുമലയിലാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ആയിരിക്കും ഓർത്ത് പ്രിക്കോഷൻസ് എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ, എനിക്കൊന്ന് 1961 മുതൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മണ്ണിടിച്ചിലെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുവാണ്. അപ്പോൾ നമ്മൾ ഈ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേരളത്തിൽ, അന്യോന്യം ഒരുപാടുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ നമുക്കൊരു എയർലി വാർണിംഗ് ആയിട്ട് കൊടുക്കട്ടെ. കാരണം ഇന്ന പോലുള്ള സ്ഥലങ്ങളിൽ ലാൻഡ്സ്കേഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരാൾക്കാർക്കൊരു എന്താ പറയുക, ഒരു അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുന്ന ഇതുവരെയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ലാൻഡ് സ്ലൈഡ് ഇപ്പം പ്രത്യേകിച്ചും നമ്മളൊരു 20 വർഷത്തിന് അല്ലെ 10 വർഷത്തിന് മുമ്പുള്ള ദുരന്തങ്ങളല്ല, അല്ലെങ്കിൽ അപകടങ്ങളല്ല നമ്മുടെ മുന്നിലുള്ളത്. 2010 അല്ലെ 2005 ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഫ്രെയിം വർക്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെയും പറയുന്നുണ്ട്, ദുരന്ത നിവാരണം കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ആകണം, പീപ്പിൾ സെൻട്രിക് ആകണം. അത് പങ്കാളിത്ത തലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ദുരന്ത നിവാരണങ്ങളാണ് ഇത്തരം പ്രാദേശികമായുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആകത്തുള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പുത്തുമല ദുരന്തത്തിന് ശേഷം നടന്ന ഒരു നല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ 2018 പ്രളയത്തിന് ശേഷം പല മേഖലകളിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റെയിൻഫോൾ ഒബ്സർവേഷൻ നെറ്റ്വർക്ക്സ് വന്നു. ഇപ്പം അത് മീനച്ചിലാണെങ്കിൽ മീനച്ചിൽ റെയിൻ ആൻഡ് റിവർ മോണിറ്ററിങ് സ്റ്റേഷൻസ് ഉണ്ട്. അവർ കളക്റ്റീവായിട്ട് ജനകീയ പങ്കാളിത്തത്തോടെ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ചാലക്കുടി പുഴയിലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ചാലിയാറിൽ നടക്കുന്നുണ്ട് റെയിൻ ട്രാക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയനാട്ടിലും ഹ്യൂം സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി 100-200ഓളം ഫാർമേഴ്സ് ഈ റെയിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ മോണിറ്റർ ചെയ്ത ഡേറ്റയാണ് ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ 37 സെൻറ്റിമീറ്റർ കിട്ടിയ കാര്യവും 2 ദിവസം കൊണ്ട് 57 സെൻറ്റിമീറ്റർ. ആ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് മാത്രം ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ 10-30 ഫാമിലീസിനെ മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. പലർക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഒരു ഇൻഫർമേഷൻ വെച്ച് മാത്രം പല ആൾക്കാരും ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവർ അവിടുത്തെ ബന്ധുക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളതൊരു വാണിംഗ് അല്ലേ കൊടുത്തു. പക്ഷെ അറിയാത്ത ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു പക്ഷെ അവിടെയാണ് നമ്മളൊരു ഫോർമലായിട്ടുള്ള ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു ഇൻഡിക്കേഷൻ ആദ്യമേ കിട്ടുന്നത് ലോക്കൽ ലെവലിലാണ്. അപ്പോൾ ആക്ഷൻ തന്നെ ട്രിഗർ ചെയ്യേണ്ടത്, ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ലോക്കൽ ലെവലിലാണ്. അതിന് മേളിലുള്ള അല്ലെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒന്നും എന്താ പറയുന്നത്
ഉത്തരവിനോ അല്ലെങ്കിൽ അവരുടെ ആക്ഷന് വേണ്ടി കാത്തിരിക്കാനുള്ള സമയമില്ല പലപ്പോഴും. അപ്പം നമ്മുടെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ബോഡീസിനെ കുറഞ്ഞ പക്ഷേ ഒരു ബ്ലോക്ക് ലെവലിലെങ്കിലുമുള്ള ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണമല്ലോ. അതാണ് അവിടെ പ്രധാനം. ദുരന്തം കഴിഞ്ഞിട്ട് ആക്ഷൻ വന്നിട്ട് കാര്യമില്ലല്ലോ. ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതപ്പം പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകളിലൂടെ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് ഒരു പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ടാകും. അതിൽ പലതുണ്ട്. അതിൽ പീപ്പിൾ സെൻട്രിക് എന്ന് പറയുമ്പോൾ എല്ലാം അവിടുത്തെ ജനങ്ങളുടെ തലയെ കെട്ടി വെച്ചിട്ട് ഏജൻസീസും ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നവരും ഒക്കെ മാറി നിൽക്കാമെന്നുള്ളതല്ല. അപ്പോൾ പീപ്പിൾ സെൻട്രിക് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ കമ്പോണൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ വയനാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ദുരന്തം ഇത്രയും തീവ്രമാവാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, ചെറിയ തോതിലായിരുന്നു. പക്ഷേ ഈ ചെറിയ തോതിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടുത്തെ അതേ ആളുകൾ തന്നെ ഈ 2 നില വീടുകളിലും അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നു. അത് അപ്പോഴും രണ്ടാമത് വീണ്ടും അതിലും തീവ്രമായിട്ട് ഉരുൾപൊട്ടി വന്നപ്പോഴാണ് ഈ എല്ലാം കൊണ്ടുപോയത്. അപ്പം എനിക്കൊന്ന് അവർക്കൊരു അവയർനെസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാമായിരിക്കും ഇങ്ങനെയുള്ള മറ്റേ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, ഇത്രയും ചരിവുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ, അതായത് അവരുടെയും കുറ്റമല്ല, കാരണം അവരെ ജനിച്ചു വളർന്ന സ്ഥലം വിട്ടു പോകാൻ അവർക്കൊരു മടിയും കാണും. അപ്പം ഇവിടെ ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇതിൽ മുൻകരുതൽ എന്താണ് എടുക്കാനുള്ളത്? ഇതിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വ്യാപ്തി, ഒരുപക്ഷെ ഇത് ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രയേ ആവും എന്നുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റിയില്ല. അതൊരു ലാപ്സാണ്. ഇവിടെ പ്രശ്നം ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെക്കാട്ടിലും കൂടുതൽ മറ്റ് കെട്ടിടങ്ങളും ഒക്കെ പോയത് ഡൗൺ സ്ട്രീമിലാണ്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 8-10 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നിടത്ത് മാത്രമല്ല പ്രശ്നം, ഈ ഉരുൾ വരുന്ന അല്ലെങ്കിൽ ഈ ഡെബ്രീസ് വരുന്ന ആ ഒരു പാതയിൽ മൊത്തം ഇതിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കുട്ടികൾ കൊക്കയാറ് ചിലപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ മേഖല വേറെ ഡിഫറെൻ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇത് ഉരുൾപൊട്ടൽ പ്ലസ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഫ്ലഡിലൂടെയാണ് ആൾക്കാർക്ക് കൂടുതൽ നഷ്ടം. ആ ഫ്ലഡിൽ ആ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ വന്നിട്ടുള്ള അവശിഷ്ടങ്ങളും മരവും ഒക്കെ വന്നിട്ട് ഇടിച്ചിട്ടാണ് കെട്ടിടങ്ങളൊക്കെ തകർന്നിട്ടുള്ളതും. അതാണ് ഒരു സ്റ്റീപ്പി ടെറൈനാണത്. അപ്പോൾ ഈ സ്റ്റീപ്പി ടെറൈൻ എന്ന് പറഞ്ഞാൽ 1600 മീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെങ്കിലും ഈ താഴെ മുണ്ടക വരുമ്പോഴത്തേനും അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 700-600 മീറ്ററായിട്ട് മാറി. അപ്പം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ്. അപ്പോൾ അത് ഈ ഡെബ്രി ഫ്ലോയുടെയൊക്കെ ഈ വെലോസിറ്റി ഒഴുക്കിനെ കൂട്ടാനുള്ള ഒരു ഘടകമാണത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഏരിയയിൽ പണ്ട് കാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഉരുൾപൊട്ടലിൽ തന്നെ ആ എൻ്റയർ ലാൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. മനുഷ്യരെ കൊണ്ട് തന്നെ അല്ല, അവിടെ കാലങ്ങളായിട്ടുണ്ടാകുന്ന ഉരുൾപൊട്ടൽ കൊണ്ടും ഒക്കെ തന്നെ ആ എൻ്റയർ ലാൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ സംഭവിക്കുന്ന ഈ ഉരുൾ പൊട്ടി വരുന്ന വഴിയിൽ സൈഡിൽ നിന്നൂടെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. അങ്ങനെ ഇതിലേക്ക് കൂടുതൽ മാസ് എത്തിച്ചേരും. ആ എല്ലാ മാസും കൂടാണ് ഹൈ വെലോസിറ്റിയിൽ വന്നിട്ട് താഴെയുള്ള വീട്ടിലേക്കും മറ്റിലേക്ക് ഇടിക്കുന്നത്. അത് ഓരോ വീടുകൾ തകരും ആദ്യമേ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രഷർ ബിൽഡ് ചെയ്യും. വീണ്ടും വെള്ളം അരുവികൾ, മഴ പെയ്യുവാണല്ലോ, വീണ്ടും അരുവികളിൽ പുതിയ പുതിയ ഉറവകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വീണ്ടും വെള്ളം വരും, അതും ഹൈ വെലോസിറ്റി വരും. അപ്പോൾ ബാക്കി നിർത്തിയിട്ടുള്ള അവശിഷ്ടങ്ങളെയും കൊണ്ട് അത് പോകും. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരിടത്ത് തടസ്സം ഉണ്ടായിട്ട് നദി വഴിമാറി ഒഴുകിപ്പോയത്. പണ്ട് കാലത്ത് ചിലപ്പം പണ്ടത്തെ ഉരുൾപൊട്ടലിൽ അതിൻ്റെ ഒറിജിനൽ പാത്ത് അതായിരുന്നായിരിക്കും. അവിടെയും പണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടായതുകൊണ്ടായിരിക്കും ഇപ്പുറത്തൂടെ അത് ഇപ്രാവശ്യം മാറിപ്പോയത്. അപ്പം അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് അത് കഴിഞ്ഞിട്ട് സൂചിപ്പാറ ഫാളിലൂടെ നിലമ്പൂരിൽ എത്തുന്ന തരത്തിലേക്ക്, പോത്തുകല്ലിൽ കഴിഞ്ഞ് നിലമ്പൂരിൽ വരെ എത്തുന്ന തരത്തിലേക്ക് ബോഡീസ് റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിവാസ്റ്റേഷൻ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടാകും. അപ്പോൾ അത്ര സ്റ്റീപ്പി ടെറൈനാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു ദുരന്തം പഠിപ്പിക്കുന്നത് കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലം മാത്രമല്ല, ആ ഉരുൾ ഒഴുകി വീഴുന്ന സ്ഥലങ്ങൾ കൂടി ഹൈലി വൾണറബിൾ ആണെന്നുള്ള ഒരു ഘടകം കൂടി ഇതിലുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നൊരു പേര് മാധവ് ഗാഡ്ഗിലായിരിക്കും. കാരണം സാർ എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പം വളരെയേറെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു വാക്കുകൾ ഇപ്പം ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് വളരെ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു
പഠന റിപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ട് കൂടി ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എൻ്റെയും കൂടെ പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ഒരു കാര്യങ്ങൾ വന്നിട്ട് കൂടി ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വന്നു ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്ഷൻ എടുക്കാനോ ഒന്നും കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെയും എന്താണ് ഈ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്? ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് ജനങ്ങൾ തന്നെയാണ്. പ്രശ്നമായിട്ട് വരുന്നത് ജനങ്ങൾ തന്നെയാണ്. ഒരു ജനകീയമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന്? ഒരു ജനകീയ കൂട്ടായ്മകൾ ആരെങ്കിലും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? സമരങ്ങളും കാര്യങ്ങളും നടന്ന് അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളല്ലേ കൂടുതലും നടന്നിട്ടുള്ളത്. അവിടെയാണ് എനിക്ക് തോന്നുന്നു, അതായത് ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അല്ല, ഇവിടെ ഞാൻ എന്തായാലും പശ്ചിമഘട്ടത്തിൽ അല്ലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, പശ്ചിമഘട്ടത്തിൽ 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് മൺസൂൺ മഴ എത്തുമ്പം ഒരിടും എല്ലാം പൊട്ടി ഒലിച്ചാണ് നമ്മൾ ഇന്നീ കാണുന്ന ആലപ്പുഴയും മാവേലിക്കരയും പത്തനംതിട്ടയൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലേ? അപ്പം അത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. നമുക്ക് ഒരു ജനതയുടെ ആ ഒരു അതിജീവനം കൂടെ നമ്മൾ കണക്കിട്ടുണ്ട്. ഓവർ ദി ഇയേഴ്സ് പശ്ചിമഘട്ടത്തിലേക്ക് ആൾക്കാർ പണ്ട് പോയിട്ടുള്ളത് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവർ കൃഷി ചെയ്യാൻ വേണ്ടി അവരവിടുത്തെ പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലുള്ള കൃഷി രീതികളുമായിട്ടാണ്. അതിനു മുമ്പ് 50, 60, 70 വർഷത്തിന് മുമ്പ് അവിടുത്തെ നേറ്റീവായിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളും നശിപ്പിച്ചുകൊണ്ട് പ്ലാന്റേഷൻ വന്നോടെ. അപ്പം തന്നെ ഇത് നടക്കുന്നത് ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയുടെ സമീപത്താണ് ഏറ്റവും കൂടുതൽ ഇത് കിടക്കുന്നത്. അവിടെ തന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അസമത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പം അതിലെ പല നിർദ്ദേശങ്ങളും പാരിസ്ഥിതികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റ് മാത്രം എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് തന്നെ. കാരണം അതിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പം വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ പോലുള്ള 5 ജില്ലകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞത് വയനാട്, ഇടുക്കിയിലും കൃഷി ചെയ്യാനേ പാടില്ല. കാരണം അവിടുത്തെ മണ്ണിന് അത് താങ്ങാൻ അങ്ങനെ പറ്റും. അല്ല, അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പം നമ്മുടെ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾ ഉണ്ടായി അവിടെ ജീവിച്ചും തുടങ്ങി. അത്രയും ജനങ്ങളെ നമുക്ക് അവർക്ക് അവരുടെ ജീവനോപാധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. മനസ്സിലായില്ലേ? ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഗാഡ്ഗിൽ യഥാർത്ഥത്തിൽ ജനങ്ങളോട് അല്പവേലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആരും ഇനിയും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടൊന്നും പറഞ്ഞ് ചർച്ച ചെയ്യരുത്, ഡെവലപ്മെൻ്റ് എന്നും പറഞ്ഞ് ചർച്ച ചെയ്യരുത്. ഗവൺമെൻറ്റിനെ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ എത്തുക എന്നുള്ളത് മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റൂ. പ്രായോഗികമായിട്ട് അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഒരു സ്ഥലവും ഒരു പഞ്ചായത്തും കംപ്ലീറ്റ്ലി ഒരു ആക്ടിവിറ്റിയും നടക്കരുത്. ഫോർ എക്സാമ്പിൾ ക്വാറീസ് സ്റ്റോപ്പ് ചെയ്യും, ബാൻ ചെയ്യും. റിസോർട്ടുകൾ ബാൻ ചെയ്യും, ബഹുനില കെട്ടിടങ്ങൾ ബാൻ ചെയ്യും. അതിനെപ്പറ്റി സംസാരിക്കും. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരെ നിൽക്കുന്നവർ കർഷകരെ മുമ്പിൽ നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഗാഡ്ഗിൽ കർഷകർക്കെതിരാണെന്നുള്ള രീതിയിലാണ് പ്രൊപ്പഗൻഡ പോകുന്നത്. ഈ പറയുന്ന ടീമുകൾ ആരും വൻകിട റിസോർട്ടുകളെ പറ്റി സംസാരിക്കുന്നില്ല. വൻകിട 10ഉം 20ഉം നിലയുള്ള കെട്ടിടങ്ങൾ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നില്ല. ഈ പറയുന്ന ടീംസ് 10ഉം 20ഉം കോറികൾ അവിടെ ഉള്ളതിനെ പറ്റി സംസാരിക്കുന്നില്ല. സംസാരിക്കുമ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് കൃഷിക്കാരനെതിരാണ്. ഒരിക്കലുമല്ല. ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള കൃഷി ചെയ്യാൻ അനുവദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കൃഷിക്കാർക്ക് ജീവിക്കണ്ടേ? പ്രകൃതിയെ ദ്രോഹിക്കാതാണ് ഇവിടുത്തെ സാധാരണ കർഷകരെല്ലാവരും ഇന്നും കൃഷി ചെയ്യുന്നത്. പ്രകൃതിയെ ദൈവമായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് സാധാരണ ഈ പറഞ്ഞ പോലെ വയനാട്ടിലായാലും ഇടുക്കിയിലായാലും പ്രകൃതി ഉണ്ടെങ്കിലേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ വർഷം ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഏലം നശിച്ച ഒരു സീസണാണ്. കാലാവസ്ഥ മാറി. അപ്പം പ്രകൃതിയെ കണക്കിലെടുത്തുകൊണ്ടാണ് കൃഷിക്കാരെന്നും ആദിവാസികൾ എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടോ? ഈ പശ്ചിമഘട്ടത്തിൽ വർഷങ്ങളായിട്ട് പശ്ചിമഘട്ടത്തിൽ ജീവിക്കുമല്ലേ? അവർക്കറിയാമായിരുന്നു എങ്ങനെ ഹൗ ടു ലീവ് വിത്ത് ദി നേച്ചർ ആൻഡ് വിത്ത് ദി ആനിമൽ. ഇപ്പോഴാണല്ലോ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ഈ പശ്ചിമഘട്ടത്തിൽ ഇതിനേക്കാളും കൂടുതൽ ആനയും പുലിയുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവരും പറയുന്ന 50 വർഷം മുമ്പ് ഈ ആന എവരെ ആക്രമിക്കത്തില്ലായിരുന്നു, 50 വർഷം മുമ്പ് പുലി ഇറങ്ങി വന്ന് ആക്രമിക്കത്തില്ല. കാരണം എന്താ? നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് കൂടി ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നമ്മൾ റിസോർട്ടുകൾ പണിയുന്നു, ആന വരുത്താഴിയിൽ നമ്മൾ കൊണ്ടുവന്ന് ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ ഉണ്ടാക്കുന്നു. ഇതിനെപ്പറ്റി സംസാരിക്കാതെ
പശ്ചിമഘട്ടം എന്ന് പറയുമ്പോഴത്തേന് ഏതാണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ കർഷകർക്ക് മാത്രം എതിരാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് ഇപ്പുറത്ത്. ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാരാരാ? ഇങ്ങ് എറണാകുളത്തും കോഴിക്കോടും പിന്നെ UAE-യിലും യൂറോപ്പിലും UK-യിലും അമേരിക്കയിലും ഇരിക്കുന്നവരാണ് പശ്ചിമഘട്ടത്തിലെ ഈ പറഞ്ഞ പോലെ കർഷകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത്. അവിടുത്തെ സാധാരണക്കാരല്ല, അവിടുത്തെ സാധാരണക്കാർക്ക് ബോധമുണ്ട്. ഇനിയിപ്പോൾ അത് ബോധം വരാൻ പോവുക. ഇനിയും ഈ ഒരു ചർച്ച ഒരു 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഒന്ന് ഹൈലി എൻവയോൺമെൻറ്റൽ ഗ്രൂപ്പ്, അവർക്ക് വേറെ ഒന്നും പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ 15 ലക്ഷം രൂപയുടെ കാറിൽ ഇത്രയും പെട്രോളും കത്തിച്ചിട്ട് വന്നിട്ട് സീട്ടും വലിച്ചിട്ട് വന്നിട്ടിരുന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ പ്രകൃതി സംരക്ഷണം പറയുന്ന ആൾക്കാർ. ഒരു സൈഡ് AC റൂമിലും ഫ്ലൈറ്റിൽ കയറി ട്രാവൽ ചെയ്തിട്ടും വന്നിട്ടാണ് ഈ പറയുന്ന പോലെ പശ്ചിമഘട്ടത്തിലെ കർഷകരാണ് ഇവിടുത്തെ ഈ ഉരുൾപൊട്ടലിനും ഈ അതിതീവ്ര മഴയ്ക്കും ഫ്ലഡിനും എല്ലാം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോജിക്കലി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവരാണോ? മാറുന്ന അറബിക്കടലിൽ ചൂട് പിടിക്കുകയാണ്, അവിടുത്തെ മേഘരൂപീകരണം വ്യത്യസ്തമാവുകയാണ്, അതിതീവ്ര മഴ ഉണ്ടാകുകയാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ പശ്ചിമഘട്ടം അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഈ മഴയോടെ പശ്ചിമഘട്ടം റെസ്പോണ്ട് ചെയ്യണം. അതിന് ഓവർ ദി ഇയേഴ്സ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടൽ ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും ഉണ്ടാവും. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും കേരളത്തിൽ ഇത്രയും തീവ്രമായിട്ട് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അത് സസെപ്റ്റബിലിറ്റി മാപ്പ് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖല, കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖല, കണ്ണൂരിൻ്റെ കിഴക്കൻ മേഖല, ഈവൻ വയനാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖല, പിന്നെ കേരളം ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇരിട്ടി ആ മേഖല, തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ അമരമ്പലം റേഞ്ചിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങൾ, പിന്നെ നെല്ലിയാമ്പതി വരുന്ന റീജിയണ്. തൃശ്ശൂരിൻ്റെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നടുക്കും കുറച്ച് മലകളുണ്ട്, കുന്നുകൾ, അവിടെ വരെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈവേ നടക്കുന്ന കുതിരാനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട്. പിന്നെ ചാലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട ആതിരപ്പള്ളി ഹൈ റേഞ്ച്, എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ കിഴക്കൻ മേഖല, ഈ കോതമംഗലം, പിന്നെ ഇടുക്കിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലും ഈ പറഞ്ഞ വയനാടിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ്. മൂന്നാർ തൊട്ട് തുടങ്ങി അങ്ങ് പീരുമേട് വരെ നീണ്ടു നിൽക്കുന്ന ആ എൻ്റയർ ബെൽറ്റ്, കിഴക്കൻ ബെൽറ്റ് ഇതാണ്. അതുകൊണ്ട് പടിഞ്ഞാറ് ഇപ്പം കോട്ടയം ഇടുക്കി ബോർഡർ വരുന്ന കുട്ടിക്കൽ കോട്ടയത്തും കൊക്കയാർ ഇടുക്കിയിലുമാണ് ആ ഒരു ബോർഡർ. അപ്പം വാഗമൺ ആ ഒരു ബെൽറ്റ് ഹൈലി സസെപ്റ്റീവാണ്. പത്തനംതിട്ടയിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കിഴക്കൻ. പത്തനംതിട്ടയുടെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിക്ക് ഫോറസ്റ്റിൽ ഇന്ന് വരെ വലിയ എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടില്ല. അവിടെ സ്ഥിര ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട്. അത് കാരണം പലപ്പോഴും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ജനവാസം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ അറിയുന്നില്ല. അത് വെള്ളം ഒഴുകി മലവെള്ളപ്പാച്ചിൽ താഴെ വരുമ്പോൾ കാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന് ആൾക്കാർ പറയുന്നത്. അപ്പം അത് കാരണമല്ല. അത് എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകാതെ? അത് വരുന്ന വഴിയിലൊന്നും ആരും ഇതുവരെ കയറി താമസിച്ചിട്ടില്ല അവിടെ. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെ പത്തനംതിട്ട വരെ, പിന്നെ തിരുവനന്തപുരം ജില്ലയുടെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങൾ കുറച്ച് ഏരിയ, അമ്പൂർ ഒക്കെ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതലുണ്ടായി. ഇതിനു മുമ്പൊക്കെ നമ്മളുണ്ടായത് ഏറ്റവും കൂടുതൽ വലിയ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വൾനറബിളായിട്ടുള്ള എല്ലാ ജില്ലയിലും ഏകദേശം എല്ലാ മലമ്പ്രദേശം, ഈവൻ കാസർഗോഡ് വരെയൊക്കെ. കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊങ്കൺ ബെൽറ്റിൻ്റെ നോർത്തേൺ റീജിയൻ്റെ ആ ഒരു ലാറ്ററൈറ്റിക് സോയിലായതുകൊണ്ടാണ് വലിയ രീതിയിലുണ്ടാകാത്തത്. പക്ഷേ ഈ തെക്കോട്ടുണ്ടാകാൻ പോകുന്ന ഉരുൾപൊട്ടലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകുമായിരിക്കും ഉരുൾപൊട്ടൽ. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഇച്ചിരി സമയം എടുക്കുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്നത് ഇച്ചിരി സിവിയറായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ഘടന വ്യത്യസ്തമാണ്. ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ വയനാട്ടിലൊക്കെ ഓൾറെഡി ഈ സാർ മുമ്പേ പറഞ്ഞതിൻ്റെ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് വീണ്ടും ആ മണ്ണ് പൂർണ്ണമായിട്ടും അതിൻ്റെ എന്താ പറയുക നോർമൽ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ തന്നെ വീണ്ടും, അതായത് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ UK-യിലും അമേരിക്കയിലും ഉള്ളവരൊക്കെ തന്നെയാണ്, അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരല്ല ഈ റിസോർട്ടുകളും വലിയ ബിൽഡിങ്ങുകളും അവിടെ ഓരോ ഹോട്ടൽസൊക്കെ നിർമ്മിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അവിടെ കടന്നുകയറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ലാൻഡിൽ തന്നെയാണ് ചിലപ്പോൾ അടുത്ത വർഷവും വീണ്ടും ഒരു റിസോർട്ട് വന്നേക്കാം, ഒരു ഹോട്ടൽസ് വന്നേക്കാം. അപ്പോൾ ഇതിനെതിരെ തന്നെ നമുക്കൊരു ആക്ഷൻസ് എടുക്കണ്ടേ ഗവൺമെന്റിൽ നിന്ന്? കാരണം ഇതിനൊന്നും അങ്ങനൊരു ഡിസ്കഷൻ തുടങ്ങത്തില്ല. കാരണം ഇവിടുത്തെ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് വരുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പറയാനുള്ള അവസരം കിട്ടുന്നത്. ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് ആരേലും ഇത്തരം കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെ കുറേ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരം എന്താ പറയുന്നത് അമേച്വറായിട്ടുള്ള ചാനലുകളൊക്കെ കൂടുതൽ വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ചർച്ച പോലും നടക്കുന്നത്. പോളിസിയെ ഉണ്ടാക്കുന്ന ആരാ? ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ബിസിനസ് ചെയ്യുന്നവരും ഇവിടെ ചേർന്നല്ലേ പോളിസി ഉണ്ടാക്കുന്നത്. ജീവൻ പോകുന്ന ആളുടെ
ഒരു ഉരുൾപൊട്ടലിൽ ഏതെങ്കിലും ബിസിനസ്മാൻമാർ ചത്തതായിട്ട് കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും റിസോർട്ട് മുതലാളി മരിച്ചായിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മരിക്കുന്നതും ചാകുന്നതും മൊത്തം സാധാരണക്കാർ, ലയത്തിൽ താമസിക്കുന്ന ആൾക്കാർ, അവിടെ ദുർഘടമായ സാഹചര്യത്തിൽ ജീവനോപാധിക്ക് വേണ്ടി വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് മരിക്കുന്നത് മൊത്തവും. നമ്മൾ പറയുമ്പം എന്തുവാ ഗാഡ്ഗിൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ജനത്തിനെതിരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ജനത്തിനെതിരല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് നടപ്പാക്കണമെന്ന് എനിക്കും അഭിപ്രായമില്ല. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആയിട്ട് നടപ്പാക്കാനും പറ്റില്ല. നമ്മൾ ഇനിയും ജനങ്ങളോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അല്പം മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഗാഡ്ഗിൽ എന്ന് പറയുന്ന കാര്യമേ സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള മാഫിയകളെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഉള്ള സംസാരം മാറി പരിസ്ഥിതിയെ പറ്റി ഏതെങ്കിലും മനുഷ്യൻ്റെ പരിസ്ഥിതി കരുതി നിൽക്കുമോ? ഒരു കർഷകനും നിൽക്കില്ല. അല്ലെ, കാരണം കർഷകന്റെ ഉപജീവന മാർഗ്ഗമാണ്. ആദിവാസികൾ നിൽക്കില്ല, സാധാരണ മനുഷ്യർ നിൽക്കില്ല. ഈ ഒരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണം സാർ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നമുക്ക് ഓഫ് കോഴ്സ് ഈ കേരളത്തിൽ ഇങ്ങനെ പോപ്പുലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കബിലിറ്റിയും അത് നടപടി ആവുന്ന കാര്യങ്ങളാണോ? ഇങ്ങനെ ഒരു മാറ്റി താമസിപ്പിക്കലും കാര്യങ്ങളൊക്കെ? അല്ല, കുറഞ്ഞ പക്ഷം ഇനിയുള്ള പുനരധിവാസം എന്ന് പറയുന്നത് അത് കുറച്ച് കെയർ ചെയ്യേണ്ട. ഇത്തരം വൾണറബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസയോഗ്യമല്ല എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അവിടെ കൃഷിക്ക് യോഗ്യത ഉണ്ടാവും, അവിടെ കൃഷി ചെയ്യാം, ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള എന്ത് കൃഷിയും അവിടെ ചെയ്യാം ആൾക്കാർക്ക്. പക്ഷേ അവിടെ താമസയോഗ്യമായിരിക്കില്ല. ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക. ഇപ്പം മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുന്നത് വലിയ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് അവിടെ കടലിൽ രാവിലെ പോകണം, രാത്രി വരണം, അതിനുള്ള ആക്സസിബിലിറ്റി അവർക്ക് വേണമല്ലോ. അപ്പോൾ ഓരോ ഉപജീവനവുമായിട്ട് ഡയറക്റ്റായിട്ട് ഇത്തരം പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൃഷിക്കാരെയൊക്കെ അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇനിയും മാറ്റാനൊന്നും പറ്റില്ല. അപ്പം അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൻകിട ഒരു സ്റ്റോറി അല്ലെങ്കിൽ 2 നില നമ്മുടെ ലാൻഡിന് അതിന് മേളിലുള്ള കൺസ്ട്രക്ഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. കോറീസിൻ്റെ പ്രവർത്തനം, കോറീസ് നമ്മൾ വേണം, നമുക്ക് എല്ലാവർക്കും വീട് പണിയാൻ കല്ല് വേണം. എവിടെയെങ്കിലുമൊക്കെ കോറീസ് പൊട്ടിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട് പണിയാൻ പറ്റൂ. അതൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എതിരല്ല. പക്ഷെ എന്നിരുന്നാലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ, നമ്മൾ കല്ലും മണ്ണും കൊണ്ട് മാത്രമേ നമ്മൾ വീട് പണിയുന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അതൊക്കെ നമ്മുടെ വികസന കൺസെപ്റ്റുകൾ, നമ്മുടെ വീടിൻ്റെ ഒരു കൺസെപ്റ്റ്, ഇതെല്ലാം പണ്ട് കാലത്ത് നമ്മൾ മുള കൊണ്ട് വരെ വീട് പണിയും, ഓല കൊണ്ട് വീട്, ഓട് കൊണ്ട് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ട് നമ്മൾ വീട് പണിയും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഈ റിന്യൂവബിൾ ആയിട്ടുള്ള ഇല്ലേ, ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ കിട്ടുന്ന ആ ഒരു റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്ത് പുതിയ നിർമ്മാണ രീതികളിലേക്കൊക്കെ നമ്മൾ മാറേണ്ട ഒരു കാലഘട്ടമാണ് ആവശ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പേടിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം. കാരണം ഒരു കുമളി ടു ഒരു അറേബ്യൻ സീഡ് ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പം വളരെയധികം ഭീഷണിയാണ്, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. എനിക്കൊന്നൊരു ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ ഒരു ഡാമാണ്. ഒരു 25 വർഷത്തേക്ക് മാത്രം ഒരു എന്താ പറയുന്ന ഒരു പറഞ്ഞിരുന്നൊരു ഡാം ഇപ്പോൾ ഒരു 125 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയെ പറ്റി സാറിന് എന്തെങ്കിലും? ഞാനൊരു എന്താ പറയുക, ഒരു എൻജിനീയർ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ എന്നാലും ലോകത്ത് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ചൈനയിലായാലും ലിബിയയിലായാലും പല സ്ഥലങ്ങളിലും ഈവൻ ഇന്ത്യയിൽ തന്നെ ആയാലും ഡാം ബ്രേക്ക് ചെയ്ത ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു അതിതീവ്ര മഴയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു 3-4 റിക്ടർ സ്കെയിലുള്ള ഭൂകമ്പവും ഇതൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മനസ്സിലായി? അങ്ങനൊരു ഇവഞ്ച്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടി ഇവൻ്റെ മുല്ലപ്പെരിയാറിനെ പറ്റി നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു സാധ്യതയാണ്. പക്ഷെ ആ സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. അത് എത്രയും വേഗം കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് 2 സംസ്ഥാനങ്ങളെ കൊണ്ട് ഒരു കൺസെൻസസിലെത്തി പുതിയ ഡാം നിർമ്മിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏക സൊല്യൂഷൻ. അതിൻ്റെ മുന്നിൽ കേരളം തന്നെ സ്ഥലം കൊടുത്ത്, കേരളത്തിലെ ജനങ്ങൾ ആണ് നമ്മുടെ 2 സർക്കാരുകൾക്കും പ്രധാനമെങ്കിൽ എത്രയും വേഗം പുതിയ ഡാം അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പോംവഴി.
മനസ്സിലല്ലേ? അത് ഇനിയും താമസിച്ചുകൂടാന്നുള്ളതാണ്. സർ അതേപോലെ തന്നെ ഇപ്പം ഈയിടെ കൊണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള റീലാണ്. അതായത് നമ്മുടെ ആഫ്രിക്കൻ പ്ലേറ്റ്സ്, അവിടുത്തെ ഭൂഖണ്ഡം ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് അത് ഒരു ഇത്ര കോടി വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്ര ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് കേരളത്തിനോട് വന്ന് ചേരും. അപ്പം ഈ ഒരു ഇന്ത്യയിലെ ഗോവ, കർണാടക, ഗുജറാത്ത്, മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ചേർന്നിട്ട് ഇപ്പം നേരത്തെ ഹിമാലയൻ ഗഡ്സ് ഉണ്ടായ പോലെ തന്നെ അങ്ങനെ ഒരു കോൾഡ് റീജിയൻസിലേക്ക് അത് മാറും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ റീൽസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അത് ഒരു 10-20 കോടി വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 100 മില്യൺ അല്ലെങ്കിൽ 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അങ്ങ് ആഫ്രിക്കയുടെ അടുത്ത് കടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാടായിരിക്കും. പക്ഷെ തിയറി ഏതാണ് പറയുന്നത്, അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും മൂവ് ചെയ്യുന്നുണ്ട്. സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഫ്യൂ മില്ലിമീറ്റർ പെർ ഇയർ അല്ലെങ്കിൽ ഫ്യൂ സെൻറ്റിമീറ്റർ പെർ ഡെക്കേഡ് എന്നുള്ള രീതിയിൽ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ആണ് ഇപ്പം ഈ ഹിമാലയത്തിന് വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ഇന്ത്യൻ പ്ലേറ്റിൽ നിന്ന് ഏഷ്യൻ പ്ലേറ്റുമായിട്ട് ഇടിച്ചിട്ട് ഹിമാലയ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഹിമാലയ ഒരു ആക്റ്റീവ് മൗണ്ടനും വെസ്റ്റേൺ ഗാർഡ്സ് ഓൾറെഡി നിർജ്ജീവമായിട്ടുള്ള മൗണ്ടനുമാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് എന്താ പറയുന്നത് കൂടുതൽ, കാരണം നമുക്ക് അടുത്ത ഒരു 30 വർഷത്തേക്ക് അല്ലെ അടുത്ത 100 വർഷത്തേക്കൊക്കെ ചിന്തിച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അടുത്ത ഒരു 1 കോടി 10 കോടി വർഷങ്ങൾ കഴിയുമ്പോഴത്തേന് ഈ നമ്മളെപ്പോലുള്ള സ്പീഷീസ് തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഒരു സെർട്ടനിറ്റി ഇല്ല. കാരണം നമ്മുടെ മുമ്പുള്ള സ്പീഷീസ് ഉണ്ടായി വന്ന് ഒരു കുറേ കാലഘട്ടം കഴിയുമ്പോൾ അതിന് വംശനാശം സംഭവിച്ചു വേറെ സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്യും. അതായത് ഹോമോ എറക്ടക്സ്, ഹോമോ നിയാന്ത്രൽസ് എന്നൊക്കെ പറയുന്ന സ്പീഷീസ് ഉണ്ടായിരുന്നല്ലോ, ഹോമോ സാപ്പിയൻസ് പോലെ. അതിനെയൊന്നും ഇപ്പം കാണാനില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഹോമോ സാപ്പിയൻസും കുറേ വർഷം കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്യും. അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനവും അങ്ങനെയുള്ള കാര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന് കുറേയൊക്കെ ആൾക്കാർക്ക് സ്പീഷീസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ എന്നുള്ളതാണ്. എല്ലാ ജീവികൾക്കും വംശനാശം സംഭവിക്കാം. 5 എണ്ണം ഓൾറെഡി മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ദിനോസോർസും ഒക്കെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ ആ സ്കെയിലിലൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ട ഒരു കാര്യമൊന്നും ഇപ്പോഴേ ഇല്ല. നമ്മളിപ്പോൾ അടുത്ത 10 വർഷം അല്ലെ അടുത്ത 30 വർഷം നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, നമ്മൾ 2018 ഒരു 19 ആ വർഷങ്ങളിൽ ഒരു മഹാപ്രളയം നമ്മൾ കണ്ടു സർ. അപ്പോൾ ഇനിയും ഈ ഒരു അടുപ്പിച്ചുള്ള വർഷങ്ങളിൽ അങ്ങനെ ഒരു പ്രളയത്തിന് സാധ്യതയുണ്ടോ? കാരണം മഴയുടെ അളവ് കൂടുകയാണ്, പാറ്റേൺസ് മാറുകയാണ്. കാരണം ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരുന്നത് സ്കൂൾ തുറക്കുന്ന സമയത്ത് മൺസൂൺ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊരു സെക്കൻഡ് വീക്കിലേക്കൊക്കെ മാറി. ഓഗസ്റ്റ് ജൂൺ മാസങ്ങളിലെ മഴ ഭയങ്കര തീവ്രമാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കൂടെ മാറുമ്പോഴത്തേക്കും നമ്മൾക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഇനിയൊരു പ്രളയത്തിന് സാധ്യതയുണ്ടോ? പ്രളയം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അത് മഴ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല പ്രളയം. കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പ്രളയം തന്നെ പല തരത്തിലുണ്ട്. ഇപ്പം 2018 പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂവിയൽ, അതായത് നദീ സംബന്ധമായ എല്ലാ നദികളും കരകവിഞ്ഞു, എല്ലാ ഡാമുകളും തുറന്നു. അപ്പോൾ നദിയുമായിട്ട് ബന്ധപ്പെട്ട് നദികളിലെ വെള്ളമാണ് കരയിലേക്ക് കയറിയത്. യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നദിയൊക്കെ വലിയ മഴ പെയ്യുമ്പം ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഒഴുകിക്കൊണ്ടിരുന്നത്. നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലീൻ ടൈമിൽ ഉള്ള ചെറിയൊരു സ്ട്രീം മാത്രമല്ല നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മഴ കിട്ടുമ്പം ഒഴുകുന്ന ഒരു സംവിധാനമാണ് നദി. അപ്പം വലിയ മഴ കുറേ കാലം കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ 10-20 വർഷം അല്ലെ 40 വർഷം വലിയ മഴയുടെ സാഹചര്യം ഒഴിവായി. പിന്നെ ഡാമുകളൊക്കെ നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. വലിയ മഴ വന്നു കഴിഞ്ഞാലും കുറേയൊക്കെ വെള്ളം ഈ ഡാം നിറഞ്ഞു നിർത്തും. അപ്പം കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു, നമ്മുടെ ആ വെള്ളപ്പൊക്കത്തിനോടുള്ള ആ ഒരു ജനങ്ങളുടെ ഹിസ്റ്ററിയിൽ വെള്ളപ്പൊക്കം കാണുന്നില്ല. കാരണം ഡാം വന്നു, വെള്ളം അധികം വരുന്നില്ല, കുറേയൊക്കെ വെള്ളത്തെ തടഞ്ഞു നിർത്തുമല്ലോ. അതോടൊപ്പം തന്നെ ഓവർ ദി ഇയേഴ്സ് മഴയുടെ പാറ്റേണിലുള്ള വ്യത്യാസം വന്നു. അപ്പം നമുക്ക് ആ ഹിസ്റ്ററി പോയി. അപ്പം ഇപ്പോഴും സംഭവിച്ച ഒരുപക്ഷെ 2018 പണ്ട് എപ്പോഴോ എല്ലാ നദികളും ഒഴുകിയിരുന്ന സ്ഥലത്തൂടെ നദി കയറി ഒഴുകിപ്പോയി എന്ന് വിചാരിച്ചാൽ മതി. അതാണ് പ്രളയം എന്ന് പറഞ്ഞത്. അപ്പം നദിയുമായിട്ടുള്ള അത് ഉണ്ടാകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് മഴ പെയ്താൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. പിന്നീടുള്ളത് ഈ ഫ്ലൂവിയൽ, ഈ പറഞ്ഞ പോലെ അർബൻ ഫ്ലഡിങ്, ഫ്ലാഷ് ഫ്ലഡ് എന്നൊക്കെ പറയുന്നത്, അത് കൂടുതലും ഈ ക്ലൗഡ് ബസ്റ്റ് പോലുള്ള മഴ വരുമ്പോൾ. ഇപ്പം 2 മാസം മുമ്പ് കളമശ്ശേരിയിൽ
2018-ലും 19-20-ലും അവരുടെ ഹിസ്റ്ററിയിൽ വെള്ളം പൊങ്ങാത്ത സ്ഥലങ്ങളിൽ ഒരു കാലഘട്ടത്തിലും വെള്ളം പൊങ്ങാത്ത സ്ഥലങ്ങളിൽ 1 മണിക്കൂർ കൊണ്ട് 1 നിലയുടെ ഹൈറ്റ് വരെ വെള്ളം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മഴയുടെ പാറ്റേണിലുള്ള വ്യത്യാസം. അതും ഫ്ലഡാണ്. അതിന് പറയുന്ന പേര് അർബൻ ഫ്ലഡിങ് എന്നാണ് പറയുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിയുന്നത്. അത് കൂടുതലും ഈ അർബൻ ഫ്ലഡിങ് ഉണ്ടാകാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഓവർ ദി ഇയേഴ്സ് മഴയുടെ പാറ്റേൺ ഓൾറെഡി മാറുന്നുണ്ട്. അപ്പം ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ മഴ കിട്ടുന്നു. ഈ കൂടുതൽ മഴയെ ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മുടെ കാനകളും ഡ്രെയിനേജ് സിസ്റ്റവും ഒക്കെ എഫിഷ്യൻ്റ് ആകുന്നില്ല. ഓവർ ദി ഇയേഴ്സ് തന്നെ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒക്കെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴ കൂടുകയും കൂടെ ചെയ്യുന്നത്. രണ്ടാമത് ഈ വെള്ളം ഈ ഫ്ലഡ് വാട്ടർ പോയി ഒഴുകി കിടക്കാൻ പറ്റിയ ചതുപ്പ് നിലങ്ങളും ഈ പറഞ്ഞ പോലെ കണ്ടൽക്കാടുകളും എല്ലാം നമ്മൾ കയ്യേറിയിട്ടുമുണ്ട്. അതേപോലെ സാർ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഈ പുഴയിൽ നിന്ന് മണൽവാരൽ ഇപ്പം ഇല്ല, അതുണ്ടെങ്കിൽ കാരണം കുറച്ചുകൂടെ ആഴം വരുന്നത്. പക്ഷേ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരുന്നത് മണൽവാരൽ നിരോധിക്കണം, അതുണ്ടാകാൻ പാടില്ല. അപ്പം ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ് എന്താണ് സാർ? അതിൽ നിന്ന് മണൽ വാരുന്നതാണോ പ്രോപ്പറായിട്ടുള്ളൊരു വേ? അതെന്താണ് ശരിക്കും ഉള്ളത്? അല്ല, ഈ നമ്മുടെ നദികളിൽ ഇപ്പം ഉണ്ടാകുന്ന ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള മഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്ലഡാണ്. വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പാതയും ഒരുക്കേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നദികളിൽ ഉണ്ടാകുന്ന ഫ്ലഡിൻ്റെ പ്രധാന കാരണമൊന്നും ഈ പറഞ്ഞ പോലെ മണൽ വാരി ഇപ്പോൾ മീനച്ചിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ മണൽ വാരൽ കൊണ്ട് പാറ പൊട്ടിക്കുന്ന പോലെ തന്നെയാണ് അതും ഒരു മാഫിയായിട്ട് വർക്ക് ചെയ്യും. ഒരു സ്ഥലത്തു നിന്ന് നിശ്ചിത അളവ് മണലേ വരാൻ പറ്റുകയുള്ളൂ. ഇവർ ഒരു നദിയുടെ അടിത്തട്ട് വരെയുള്ള മണൽ വാരിക്കളയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം ചില സ്ഥലത്തൊക്കെ കിഴക്ക് നിന്ന് പടിഞ്ഞാറൊഴുകേണ്ട നദികളിൽ ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേന് പടിഞ്ഞാറുള്ള വെള്ളം കിഴക്കോട്ട് ഒഴുകുന്ന രീതിയിൽ സ്ലോപ്പാക്കി കളയുന്ന രീതിയിൽ മണൽ വാരും. അപ്പം ഇതാണ് എത്രത്തോളം ചെയ്യാം. നമുക്കൊരു പ്രകൃതിയിൽ മണൽ വാരുന്നതിനൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ എതിരല്ല. ഇപ്പോൾ ഈ കോറി നടത്തുന്നതിന് ഞാൻ എതിരല്ല. കാരണം നമ്മുടെ വീടും ഉണ്ടാകണം. അപ്പം അതിനൊക്കെ എത്രത്തോളം ഒരു സ്ഥലത്തു നിന്ന് പറ്റും, അതിന് നിശ്ചിതമായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇത് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരു പാറമഴയുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അങ്ങ് മറ്റേ ഭൂമിയുടെ അടിത്തട്ട് വരെ പോയി പൊട്ടിച്ചെടുത്തുകൊണ്ട് വരുന്ന രീതിയിലാണ് പോകുന്നത്. മണൽ വാരാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നദിയിലെ മാത്രമല്ല അതിന് ചുറ്റുമുള്ള മണലൂടെ വാരിക്കൊണ്ട് പോകുന്നത്. ഇതിനൊക്കെയാണ് വ്യക്തമായി ഇതിനൊക്കെ ജനകീയ പങ്കാളിത്തത്തിലൂടെ മോണിറ്ററിങ് സിസ്റ്റം വേണം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാകണം, ഓക്കെ അവിടുത്തെ മണൽ വാരി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകണം. മനസ്സിലല്ലേ? അവിടെയും ജനങ്ങളെ മുൻനിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മൊത്തം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുള്ള മാഫിയാസ് ആയിരിക്കും. അപ്പം അത് നിർത്തിയത് എന്നോട് എനിക്ക് യോജിപ്പാണ്. പക്ഷെ തുടങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഓരോ സ്ഥലത്തു നിന്നും എത്രത്തോളം വാരാമെന്നുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലൂടെ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. വെള്ളം ഒഴുകി പോകാൻ മണൽ അടിഞ്ഞു, അതായത് എക്സസ് വരുന്ന മണൽ മാത്രം മാറുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ എക്സസ് വരുന്നതല്ലല്ലോ നമ്മൾ മാറുന്നത്. നമ്മളൊരു ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാം അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ വരണം. അതിനൊക്കെ ജനകീയമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ വരണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം സർ താങ്ക് യു സോ മച്ച്. സാർ ഇത്രയും സമയം നമുക്ക് വിലപ്പെട്ട സമയം തന്നു. താങ്ക് യു സോ മച്ച്.